ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. ഇതിലെ സർവസംഘത്തോടും കൂടെ എപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിനകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, മഹത്വമെന്ന് ചൊല്ലി അങ്ങയുടെ മഹത്തുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തെ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു, അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹം കൊണ്ട് അവിടുത്തെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായ കുരിശിന്മേൽ മരണമനുഭവിപ്പാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കാണ്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തി തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തന്നെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് താൻ ഒറ്റക്കെടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം പ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളെ കർത്താവായ അങ്ങയുടെ പുത്രന്റെ പുനരുത്ഥാനത്തെയും സ്വർഗ്ഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും യേശുമിശിഹായിൽ അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും കർത്താവ് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായി ഞങ്ങളുടെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും അങ്ങയുടെ ദാനങ്ങളായ ഈ അപ്പത്തെയും വീഞ്ഞിനെ നിന്റെ വിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയുടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനെ യോജിപ്പിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങൾ മശിഹായാകുന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. ക്രിസ്തു മൂലമായും ക്രിസ്തുവിനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം ധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശീലിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കാൽ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ തിരിഞ്ഞോടിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. കർത്താവിൻ്റെ തിരുമേശെങ്കിലേക്ക് അടുത്തുവിടാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഒരിക്കൽക്കൂടെ നമ്മെ തന്നെ ദൈവത്തിനു മുമ്പാകെ ശോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക, സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഏതെങ്കിലും നല്ല പ്രവൃത്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമേശെങ്കിലും വരാൻ നാം യോഗ്യരായിത്തീരുകയില്ലല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ വലിയ കൃപയിലും ദൈവത്തിൻ്റെ വലിയ കരുണയിലും നമുക്ക് ആശ്രയിക്കാൻ ശരണപ്പെടാം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്നു. വിശ്വാസത്തോടെ കർത്താവിൻ്റെ
തിരുശരീര രക്തങ്ങളെ മർമ്മങ്ങളെ കൈക്കൊണ്ട് ഭക്ഷിച്ച് പാനം ചെയ്തു കർത്താവിന് വേണ്ടി ജീവിപ്പാനും കർത്താവിനാൽ ജീവിപ്പിക്കിടുവാനും തക്കണം. ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ തിരുമേശയിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള കർത്താവേ, ഞങ്ങളവിടുത്തെ കരുണകളെ അല്ലാതെ ഞങ്ങളെ സ്വന്തതയിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ മേശെങ്കിലും വരുവാനും തുനിയുന്നില്ല. ഞങ്ങളവിടുത്തെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം പോലും അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ അങ്ങ് എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെ ആകുന്നു. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ പാപ ശരീരങ്ങളും ആത്മാക്കളും അങ്ങയുടെ യേശുപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താൽ സ്വീകരിക്കപ്പെടുവാനും ഞങ്ങൾ യേശുവിലും യേശുക്രിസ്തു ഞങ്ങളിലും എപ്പോഴും വസിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ അവിടുത്തെ മാംസത്തെ ഭക്ഷിക്കുകയും അവിടുത്തെ രക്തത്തെ കുടിക്കുകയും ചെയ്യണതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമീൻ. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ജീവന്റെ മാതാവായ യേശുമിശിഹായുടെ ശരീരം സത്യം കർത്താവായ യേശുമിശിഹായുടെ രക്തം കർത്താവായ യേശുമിശിഹായുടെ കൃപാന്റെ ശുശ്രൂഷിക്കാൻ ദിനംതോറും ശക്തിയിരിക്കും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശരീരം സത്യമന്ത്രിവള്ളിയാകുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രക്തം വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുമേശങ്ങളിലേക്ക് അടുത്തു വരികയും ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശരീരം ജീവന്റെ അപ്പമാകുന്ന കർത്താവായ യേശുമിശിഹായുടെ ശരീരം ജീവന്റെ അപ്പമാതാവായ യേശുമിശിഹായുടെ ശരീരം ജീവന്റെ അപ്പമാ യേശുമിശിഹായുടെ ശരീരം ജീവന്റെ പമാതാവായ യേശുമിശിഹായുടെ ശരീരം ജീവന്റെ പമാതാവായ യേശുമിശിഹായുടെ ശരീരം ഭർത്താവായ യേശുമിശിഹായുടെ കൃപ എല്ലാ നാളും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ജീവന്റെ പമാതാവായ യേശുമിശിഹായുടെ ശരീരം 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 ജീവന്റെ യേശുമിശിഹായുടെ ശരീരം ജീവന്റെ പമാതാവായ യേശുമിശിഹായുടെ ശരീരം ജീവന്റെ യേശുമിശിഹായുടെ ശരീരം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ എല്ലാ നാളും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ.
മനസ്സിന്റെ തീരുമാനപ്പെടുന്നതിന് സഹായിക്കണമേ. അങ്ങനെ ഭൂമിയിലനുസരിച്ച് ഇടുവനങ്ങളുടെ ശുദ്ധിയിലായിരിക്കും സംരക്ഷിക്കണമേ. ഉപകരണങ്ങളോട് രക്ഷിക്കുകയും അവരോടും രക്ഷിക്കാവുന്നതിലൂടെ എന്നേക്കുമായി ജീവിച്ചു വാഴുന്നല്ലോ. ആമേൻ ആമേൻ. ആശീർവാദം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹങ്ങളെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഒരു വിശുദ്ധ ദിവസം കൂടിയാണ് സന്നിധിയിൽ വന്ന് ആരാധിപ്പാനും അവധിപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യവും പദവിയും തന്നിട്ട് കർത്താവേ, ഒരിക്കൽ ഞങ്ങൾ അവരുടെ സന്നിധിയിൽ നിത്യമായ സ്തുതിപ്പാനും അവധിപ്പെടുത്തുവാനും കടന്നു വരേണ്ടവരാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഈ ഭൂമി ജീവിപ്പാനും കർത്താവെ, ഓരോ വിശുദ്ധ ദിവസങ്ങളും ആരാധന വേർതിരിക്കുന്ന സമയങ്ങളിൽ ആത്മാർത്ഥമായ ഞങ്ങളുടെ വിശ്വാസത്തോടും ഭയത്തോടും ഭക്തിയോടും കൂടെ ഞങ്ങളുടെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇപ്പോൾ മക്കളുടെ ഭവനിലേക്ക് അവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് തിരികെ പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണേ. അവരുടെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടുന്ന വിവേകം ജ്ഞാനം നൽകി അനുഗ്രഹിക്കണം. ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവിടുത്തെ ധർമ്മത്തേക്ക് നോക്കി ഏറ്റവും വിജയകരമായി ചെയ്യുന്ന മക്കളെ പ്രാർത്ഥിക്കുകയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിജുവൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കന്മാരെ ഓർക്കുന്നു, പ്രായമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ എല്ലാവരും പേരുപേരായി കുടുംബമാണ് അനുഗ്രഹിക്കണം. വിവിധങ്ങളായ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കൂലിപ്പണിക്ക് പോകുന്നവരെ കർത്താവെ, അതുപോലെ ബിസിനസ്സുകാർക്ക് പൊതുപ്രവർത്തകർ, മറ്റ് സ്വന്തമായ വിഷയങ്ങളിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഞങ്ങളുടെ സന്നിധിയിലോട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, പ്രിയച്ഛനോട് കൃത്യമായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശുശ്രൂഷയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും പ്രിയപ്പെട്ട അച്ഛനെയും സഭയുടെ കമ്മിറ്റിക്കാരെയും കൈക്കാരന്മാരെയും സെക്രട്ടറിയെയും പ്രിയവർഷം എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കണം. വർദ്ധിച്ചു ദിവസം ദിവസം എന്റെ മക്കളെ കൂട്ടി വരികയാണ്. യേശുവിനകത്ത് പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. കഥാവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ